ഇനിയിപ്പോ പറയാൻ ഈ പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. പെട്ടെന്നൊരു ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഋതപ്പം കുഞ്ഞാണ്, അവന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റും. അങ്ങനെ നമ്മുടെ രേണു ചേച്ചി തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദുബായിലെ ബാറായ ബാറുകളിലെല്ലാം തന്നെ നൃത്തച്ചുവട് കൊണ്ട് കുളിര് കോരിയിട്ട ശേഷം രേണു തന്റെ ജന്മനാട്ടിലേക്ക് പറന്നിറങ്ങി കഴിഞ്ഞു. അറിയാലോ, രേണു നാട്ടിലെത്തി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആദ്യം നേരിടേണ്ടി വരുന്ന ചോദ്യം എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അതെ, കിച്ചുവിനെ കുറിച്ചും കിച്ചു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുമുള്ള രേണുവിന്റെ മറുപടിക്കായിട്ട് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. രേണുവിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിച്ചു നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇനി ആരും അറിയാൻ ബാക്കിയില്ല എന്ന് വിചാരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നല്ലോ. തന്നെ വളർത്തമ്മയായിട്ടുള്ള രേണു തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നും താൻ ഇത്രയും കാലം ഒറ്റപ്പെട്ടാണ് ജീവിച്ചത് എന്നൊക്കെയായിരുന്നു അന്ന് കിച്ചു പറഞ്ഞു വെച്ചത് അല്ലെ. എന്തായാലും രേണുവിനെ പിന്നെ അറിയാലോ. രേണു എവിടെ പോയാലും തീട്ടത്തിൽ ഈച്ച വന്ന് പൊതിയുന്ന പോലെ ഓൺലൈൻ മീഡിയക്കാർ വന്ന് പൊതിയും. ആദ്യം ഓൺലൈൻ മീഡിയക്കാരൊക്കെ വിളിച്ച് തന്നെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ചേച്ചി വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാറുള്ളൂ. എന്തായാലും ഇത്തവണ രേണു ദുബായിൽ നിന്നും എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു കുറച്ച് ഓൺലൈൻ മീഡിയക്കാർ. കിച്ചുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവർക്കും അറിയേണ്ടിയിരുന്നത്. നമുക്ക് എന്തായാലും ഓൺലൈൻ മീഡിയക്കാരുമായി രേണു സംസാരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടോക്കാം. അവിടെ അമ്മച്ചിയാണ് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ രണ്ട് മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമായിട്ട് ഇപ്പൊ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ അവൻ ആരോടോ പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തി, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ കഴിഞ്ഞിട വരെയും ഈ 24-ാം തീയതി വരെയും ചേർത്ത് പിടിച്ചോണ്ടിരുന്നിട്ടും പിന്നെ പെട്ടെന്ന് എന്താണ് ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെറുതെ. എനിക്കറിയില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്, വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവന്റെ സ്വന്തമായിട്ട് സമ്പാദിക്കാറായി ജീവിക്കട്ടെ. എനിക്ക് എന്തായാലും ജീവിക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ, അവൻ കുഞ്ഞാണ്. അവന് വേണ്ടിയിട്ട് എന്തായാലും ജീവിച്ചേ പറ്റും. അത് ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. നിങ്ങൾ അവനോട് ചോദിക്കേണ്ട ചോദ്യം. അല്ല, കിച്ചുവിന്റെ അഭിപ്രായങ്ങളല്ലല്ലോ, ആരോപണങ്ങളല്ലേ പറയട്ടെ. ആരോപണം അതാ ഞാൻ പറഞ്ഞു. 22 വയസ്സുള്ള ഒരു യുവാവല്ലേ അവൻ. അവന് ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സ്വന്തമായിട്ട് കാണും, അവൻ പറയട്ടെ. നമ്മളതിനകത്തൊരു അഭിപ്രായം. പക്ഷെ എനിക്ക് സുധിച്ചേട്ടൻ്റെ രക്തത്തിൽ പറഞ്ഞതാണ് 2 മക്കളും. അവരെ എനിക്ക് എന്താ പറയാ, എനിക്ക് അവരെ ഒരിക്കലും വെറുക്കാനോ ഞാൻ ഒരിക്കലും അവരെ തള്ളി പറഞ്ഞിട്ടുമില്ല. എങ്ങും പോയി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, തള്ളി പറയത്തുമില്ല. എനിക്കെന്നും അവർ മക്കൾ തന്നെയാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അതിവിദഗ്ധമായി തന്നെ രേണു ചേച്ചി നേരിടുന്നുണ്ട് അല്ലെ. ഏതൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയൊക്കെ മറുപടി പറയണമെന്ന് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടാണ് രേണു വന്നിരിക്കുന്നതെന്ന് സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകും. പ്രത്യേകിച്ച് കിച്ചുവിനെ തള്ളി പറയാതിരിക്കാൻ രേണു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കിച്ചുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട് രേണുവിന്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ ന്യൂട്രൽ ആയിട്ടാണ് രേണു സംസാരിക്കുന്നത്. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. കിച്ചു പറയുന്നത് എനിക്ക് ഋതപ്പനെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല എന്ന്. മുൻകൂട്ടി ഇങ്ങനെ അവന്റെ വീട്ടില് ഞാൻ എന്തിനാണ് കേറ്റാതിരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? ഞാൻ അങ്ങനെയൊന്നും ഇതാണ് പറഞ്ഞ മാനിപ്പുലേറ്റിംഗ് റീച്ചും. അതാണ് റീച്ചാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് നിൽക്കുമല്ലേ വിവാദങ്ങൾ. അപ്പം പിന്നെ എല്ലാവരും എടുക്കുന്ന രേണുസുധയിട്ട് അലക്കി കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും. നിങ്ങൾക്കറിയാലോ, ഞാൻ ബ്ലോഗേഴ്സിന്റെ പേരൊന്നും പറഞ്ഞാൽ ഞാൻ ഇതൊന്നും കാണാറ് പോലും ഇല്ലാത്ത, പക്ഷെ എന്റെ കണ്ണിൽ പെടുന്നതുകൊണ്ടാണ്. അവരൊക്കെ ഇതിന്റെ പുറകെ കളിച്ചിട്ടുള്ളവരെയൊക്കെ നമുക്കറിയാം. പിന്നെ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്താലും ചെയ്തില്ല, അവന്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ അതിനകത്തൊന്നും ആരെയും തെറ്റും പറയുന്നില്ല, കുറ്റവും പറയുന്നില്ല. എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഋതപ്പം കുഞ്ഞാണ്, അവന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റും. കിച്ചുവിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ പറഞ്ഞിരുന്ന വ്യക്തികളാണല്ലോ ഇപ്പൊ ചേർത്ത് പിടിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞ റീച്ചാണ് എല്ലാവർക്കും. കാരണം ഫാമിലിക്കകത്ത് ഒതുങ്ങേണ്ട വിഷയമാണ്. ഭയങ്കര ഒന്നും പറയുന്നില്ല, നിർത്തി. അപ്പൊ കിച്ചുവിനെ ചില ആളുകൾ ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്തതാണ്, ഇൻഫ്ലുവൻസ് ചെയ്തതാണ്, എല്ലാരും കൂടി റീച്ചിന് വേണ്ടി കളിക്കുന്നതാണ് എന്നൊക്കെയാണ് രേണു പറയുന്നത് അല്ലെ. ഈ ആരോപണം തുടക്കം തൊട്ടേ രേണു ഉന്നയിക്കുന്നുണ്ട്. അതായത് കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിപ്പിച്ചതാണെന്നുള്ള കാര്യം. പക്ഷെ കിച്ചു പറയുന്നത് എന്താണ്? തന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, ഇത്രയും കാലം താൻ പറയാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് കിച്ചു പറയുന്നത്. 2 ദിവസം മുമ്പ് കിച്ചു തന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കിച്ചു തന്നെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചു തരാം. എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തൊന്നുമല്ല, ഞാൻ വീഡിയോ ഇട്ടെ. ഇന്ന് ഋതപ്പനെ ഒക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പേടിച്ചാണ് ഒന്നും പറയാതെ ഇരുന്നത്. എന്തായാലും നോക്കട്ടെ, എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കണ്ടല്ലോ, തന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്ന് കിച്ചു ആവർത്തിച്ച് പറയുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് എന്നും കിച്ചു പറയുന്നുണ്ട്. അതിലൊന്നാണ് ഋതപ്പനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ളത്. മറ്റൊന്ന് ലഹരി ഉപയോഗത്തിന്റെ കാര്യമാണ്. അത് പിന്നെ കിച്ചു തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി കിച്ചുവിന്റെ ഈ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. കിച്ചുവിന് പുതിയതായിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നോക്കാലോ, കണ്ടോക്കാം. വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എന്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ തന്നെ പോകും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടോ. ഇപ്പം അതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ശരി, താനൊരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്ന ആരോപണം വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് കിച്ചു പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലായില്ല. തന്നെ തകർക്കാൻ വേണ്ടി രേണുസുതിയുടെ ആളുകൾ ഏതറ്റം വരെയും പോകുമെന്നാണോ കിച്ചു ഉദ്ദേശിച്ചത്? അതോ മുൻകൂർ ജാമ്യം പോലെ എറിഞ്ഞിട്ടതാണോ എന്ന് അറിയില്ല. ഇനി അങ്ങനെ ഒരു ആരോപണം വന്നാൽ തന്നെ ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണോ കിച്ചു ഇങ്ങനെ പറഞ്ഞത് എന്ന് വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിനിടയിൽ പല കളികളും നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന പോലെ നല്ല കാര്യങ്ങൾ രേണു ആയാലും കിച്ചു ആയാലും പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. എന്തായാലും രേണുവിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി ബാക്കിയോട് കേട്ടോക്കാം. പെട്ടെന്നൊരു ഇങ്ങനെ പറയാതെ പറഞ്ഞ പോലെ അത്രയും കാലം ചെയ്തതൊക്കെ വെറുതെ അങ്ങനെയില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ, കടമ ഏതാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 22 വയസ്സായി കുട്ടിക്ക്. ആ കുട്ടി സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാറേ. അപ്പൊ പറയട്ടെ. എനിക്ക് എന്തായാലും സുധിച്ചേട്ടന്റെ മക്കള് തന്നെയാണ്, എന്റെ മക്കള് തന്നെയാണ്. ഞാനൊരിക്കലും തള്ളിക്കളഞ്ഞിട്ടുമില്ല, തള്ളിക്കളയാം. അങ്ങോട്ട് എങ്ങനെയായിരിക്കും? എനിക്കറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. മനസ്സിലായില്ല. ഇനി അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമോ? കുടുംബത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യണമല്ലോ. കിച്ചു ഞാൻ പറഞ്ഞ സ്വന്തമായിട്ട് സമ്പാദിക്കല്ലേ. അവനെ ഒരുപാട് പേര് ചേർത്ത് പിടിക്കാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ടല്ലോ. നല്ല കാര്യമല്ലേ. സ്വന്തമായിട്ട് 18 വയസ്സല്ലല്ലോ, 22 വയസ്സായില്ലേ, വലിയ കുട്ടിയായില്ലേ, അല്ലേ, യുവാവായില്ലേ. സ്വന്തമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഒരിക്കലും കണക്ക് പറഞ്ഞതല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ കണക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്ക് കൊടുത്തില്ല. പക്ഷെ അത് പറയാൻ എന്റെ മോളെ കണക്ക് പറയാത്ത ഒരാള് കിച്ചുവിന് ഒരു 100 രൂപ അയച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് തോണ്ടി കാണിച്ചു കൊടുക്കുന്ന മുതലാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. കണക്ക് പറയാറില്ല പോലും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നാലും ഇതിനിടയിൽ രേണുവിന്റെ ചേച്ചി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെ കണ്ട് നമുക്ക് നിർത്താം. എന്തുകൊണ്ടായിരിക്കും രമ്യ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് കിച്ചു നിങ്ങൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്ന റീസൺ എന്താണെന്ന് അറിയത്തില്ല. അതെന്താ സംഭവിച്ചെന്ന് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നമ്മളാരും കുഞ്ഞുങ്ങളെ വേർതിരിച്ച് കണ്ടിട്ടില്ല. അന്നും ഇന്നും അവനെ അതുപോലെ തന്നെയുള്ളൂ, ഒരുപോലെയാണ് കണ്ടു. പിന്നെ അവൻ എന്നാ സംഭവിച്ചതോ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അതേക്കുറിച്ച്. രേണുചേച്ചി ഒരുപാട് പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നൊക്കെ ഒരുപാട് കമൻ്റൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? അതേക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാ സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല. ഒരു കുഴപ്പമില്ലാതെ ഫോൺ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഇവൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കുറച്ച് മുമ്പ് അവൻ വീട്ടിൽ വന്ന് സന്തോഷമായിട്ടാണ് തിരിച്ചു പോയത്. അന്ന് പറഞ്ഞ് പുതിയ ജോലി കിട്ടി, ജോലിക്ക് കയറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. റീച്ചിന് വേണ്ടി ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? അതാ ഞങ്ങൾക്ക് അറിയത്തില്ല. അത് എന്തിനാന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. കിച്ചു ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലുണ്ടായതിനു ശേഷം പപ്പയും അമ്മയൊക്കെ എങ്ങനെയാണ് അത് പ്രതികരിച്ചത്? അവരെന്ത് പ്രതികരിക്കാനാണ്? കാരണം നമ്മുടെ വീട്ടിൽ ആകെ സംഭവിച്ച ഒരു ഇതെന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ മരണം. ആ ഒരു മരണം സംഭവിച്ചതിൻ്റെ പേരിൽ ഇതുപോലെ മറ്റുള്ളവർ മുമ്പിൽ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരു ഫാമിലി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് പറയാനാണ്?
നിങ്ങളൊന്നും പറയണ്ട, അതാണ് നല്ലത്. വെറുതെ വിക്ടിം കാർഡ് ഇറക്കാൻ നിൽക്കണ്ട. സുധിച്ചേട്ടന്റെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായ ഫാമിലിയാണ് നിങ്ങളുടേത്. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് സുധിച്ചേട്ടന്റെ മരണം കൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തെറി വാങ്ങിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാലേ അത് നിങ്ങളുടെ കയ്യിലിരിപ്പാണെന്ന് ഞാൻ പറയൂ. നിങ്ങൾക്ക് തെറി കേട്ടിട്ടുണ്ടെങ്കിൽ അത് രേണു കാണിച്ചു കൂട്ടുന്ന ഉടായ്പ കൊണ്ടാണ്, അല്ലാതെ സുധിച്ചേട്ടൻ മരിച്ചുകൊണ്ടൊന്നല്ല. അതെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക ആദ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ കിച്ചു സുധിയും രേണു സുധിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ തലങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇനി രണ്ടുപേരും മിണ്ടാതിരിക്കുന്നതന്നെയാണ് നല്ലത്. അവനവന്റെ കാര്യം നോക്കി പോയാൽ അത്രയും നല്ലത്. വെറുതെ സ്വന്തം പല്ലിനിടെ കുത്തി മണപ്പിക്കണ്ടല്ലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.